വന്ദേമാതരത്തെ അപമാനിച്ചതിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ അന്വേഷണം. AICC ആസ്ഥാനത്ത് വന്ദേമാതരാലാപനം തടസ്സപ്പെടുത്തിയതിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ദേശീയ ബഹുമാന സംരക്ഷണ നിയമപ്രകാരം നടപടി ആവശ്യപ്പെട്ട് സുപ്രീം കോടതി അഭിഭാഷകൻ ശുഭ് ശർമ്മയാണ് പരാതി നൽകിയത്. വിവരണവുമായി നന്ദഗോപൻ ചേർന്നു ഡൽഹിയിൽ നിന്നും. നന്ദഗോപൻ, നമുക്കറിയാം ആ ഒരു വന്ദേമാതര ആലാപന സമയത്ത് സോണിയയ്ക്കും ഖർഗെയ്ക്കുമുണ്ടായ അതൃപ്തി ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു. രാഹുലിന്റെ മുഖം ചുളിഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യത്തൊട്ടാകെ ഉണ്ടായത്. ഇപ്പോഴിതാ ആ ഒരു സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് വിശദാംശങ്ങൾ നന്ദഗോപൻ? പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണർ 2024 ഭേദഗതി നിയമമനുസരിച്ച് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തോളം പ്രാധാന്യമുണ്ട്. ദേശീയ ഗാനത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകുന്നു, അല്ലെങ്കിൽ ദേശീയ ഗാനത്തെ അപമാനിച്ചാലുള്ള ശിക്ഷ പോലെ തന്നെ വന്ദേ മാതരത്തെ അപമാനിച്ചാലും ശിക്ഷ നൽകുന്നതാണ് പുതിയ 2026 ഭേദഗതി. ലോക്സഭയും രാജ്യസഭയും പാസാക്കി പ്രസിഡന്റിൻ്റെ അനുമതിയോടുകൂടി അത് നിയമമായിരിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പുതിയ നിയമപ്രകാരം സോണിയയ്ക്കും രാഹുലിനുമെതിരെ കേസെടുക്കണമെന്നാണ് ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ ഇപ്പോൾ ഡൽഹി പോലീസിൽ നൽകിയ പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദേശീയ ഗീതത്തെ അപമാനിക്കുകയായിരുന്നു, ദേശീയ ഗീതത്തോട് അനാദരവ് കാട്ടുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നേതാക്കളുടെ ഈ ഒരു പ്രവൃത്തി അത് ലോകത്തെ അല്ലെങ്കിൽ രാജ്യത്തെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ അനാദരവ് കാണിക്കുവാനുള്ള പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ മാതൃകാപരമായി ഇവർക്ക് ശിക്ഷ നൽകണമെന്നുള്ളതാണ് ഡൽഹി പോലീസിൽ നൽകിയിരിക്കുന്ന പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് അഭിഭാഷകർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം ഡൽഹി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ AICC ആസ്ഥാനത്ത് പതാക ഉയർത്തിയതിന് പിന്നാലെ തന്നെ വന്ദേ മാതരം ആലപിച്ചിരുന്നു. വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ വരികൾ കൂടാതെ മറ്റ് വരികൾ കൂടി ആലപിച്ചപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി സോണിയയും മല്ലികാർജ്ജുന ഖാർഗെയും ഒപ്പം തന്നെ രാഹുലും നടത്തിയ ശ്രമങ്ങൾ പ്രേക്ഷകർ കണ്ടതാണ്. അവർ ഈ ഗാനാലാപനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഗാനം അത് തുടർന്നും ആലപിച്ചു. അതേസമയം തന്നെ അതിൻ്റെ കൃത്യമായ രോക്ഷം അവിടുത്തെ സേവാദൾ പ്രവർത്തകരോട് സോണിയ പങ്കുവെക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമായിരുന്നു. എന്നാൽ പിന്നീട് ജയറാം രമേശ് അടക്കമുള്ളവർ നൽകിയ വിശദീകരണത്തിൽ കസേര എടുക്കുവാനായിരുന്നു സോണിയ ആവശ്യപ്പെട്ടത് എന്നുള്ളതായിരുന്നു വിശദീകരണം നൽകിയത്. എന്നാൽ ആ വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളത് പ്രേക്ഷകർക്ക് തന്നെ ബോധ്യമുള്ളതാണ്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ വന്ദേ മാതരത്തോട് അനാദരവ് കാട്ടുകയായിരുന്നു കോൺഗ്രസ് നേതാക്കൾ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇതിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. പരാതിയിൽ മേൽ ഡൽഹി പോലീസ് എടുക്കുന്ന നടപടികൾ ഏറെ നിർണായകമാകും, വലിയ രാഷ്ട്രീയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമൽ, വ്യക്തമാണ്. വന്ദേ മാതരത്തെ അപമാനിച്ചതിൽ സോണിയയ്ക്കും രാഹുലിനുമെതിരെ അന്വേഷണം ഉണ്ടാവുകയാണ്. AICC ആസ്ഥാനത്ത് വന്ദേ മാതരാലാപനം തടസ്സപ്പെടുത്തിയതിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ഡൽഹിയിൽ നിന്നും നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.